രത്നങ്ങളുടെ ഒരു നഗരത്തിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണോ? എങ്കിൽ അറിയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ നാഭിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഷഡ്ചക്രങ്ങളെക്കുറിച്ചാണ് റേക്കി വീഡിയോ സീരീസിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മണിപ്പൂരക ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസിനെയാണ്. സമൃദ്ധിയും സമ്പത്തും എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ആക്റ്റീവായ മണിപ്പൂരക ചക്രയാണ്. മൂന്നാമത്തെ ചക്ര അല്ലെങ്കിൽ ഊർജ കേന്ദ്രമായ മണിപ്പൂരകം രത്നങ്ങളുടെ നഗരമാണ്. മണി എന്നാൽ ജ്വൽസ്, പുര എന്നാൽ സിറ്റി, സിറ്റി ഓഫ് ജ്വൽസ് എന്നാണ് മണിപ്പൂരക ചക്രം അറിയപ്പെടുന്നത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിതത്വത്തെയാണ് ഈ ചക്ര പ്രതിനിധാനം ചെയ്യുന്നത്. ആഹാരം ദഹിപ്പിക്കുന്നത് മുതൽ ആശയങ്ങൾ പാകം ചെയ്യുന്നതുവരെ ഈ ചക്രയുടെ നിയന്ത്രണത്തിലാണ്. മനസ്സിൻ്റെ ശക്തിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും ഈ ചക്രത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പൊക്കിൾ ഭാഗത്ത് തൊട്ടുപിന്നിൽ നട്ടലിലാണ് മണിപ്പൂരകം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ വ്യക്തിത്വത്തിനപ്പുറം ചിന്തിക്കാനും കുടുംബം, സമൂഹം, രാജ്യം, ലോകം എന്നിവയിലേക്ക് എത്തിച്ചേരാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ഒരു പരിതസ്ഥിതി ബോധമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ചക്രയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദേശസ്നേഹിയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യം ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മണിപ്പൂരകം വളരെ സജീവമാണെന്ന് അറിയുക. പാൻക്രിയാസിൻ്റെയും ദഹന വ്യവസ്ഥയുടെയും പ്രവർത്തനത്തെയാണ് മണിപ്പൂരക ചക്ര പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ഇത് ആമാശയം, കരൾ, വൻകുടൽ എന്നിവയുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നു. ദഹന സംബന്ധമായ തകരാറുകൾ, ഡയബറ്റിക്സ്, ലിവർ പ്രോബ്ലം, കൊളസ്ട്രോൾ, അൾസർ, വിട്ടുമാറാത്ത ക്ഷീണം തുടങ്ങിയവ മണിപ്പൂരക ചക്രം ഡിസ്ഹാർമണിയിൽ ആവുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇടയ്ക്കിടെ ദേഷ്യം വരുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദേഷ്യം പ്രകടിപ്പിക്കാതെ ഒതുക്കി വയ്ക്കാൻ നിങ്ങൾ പാടുപെടാറുണ്ടോ? അറിയുക, മണിപ്പൂരക ചക്ര ബ്ലോക്ക് ആവാനുള്ള പ്രധാന കാരണം സപ്രസ്ഡ് ആങ്കറാണ്. വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റാതെ ഒതുക്കി വെച്ച് ഉള്ളിൽ വിങ്ങുന്നത് സോളാർ പ്ലെക്സസ് ബ്ലോക്ക് ആക്കും. ബ്ലോക്ക് ആയാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടി, മറ്റുള്ളവരെ കുറ്റം ചുമത്തുക, തൻ്റെടവും സാമർത്ഥ്യവും ഇല്ലാതിരിക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഒരു കുട്ടിയോട് നീ എന്തിനു കൊള്ളാമടാ എന്നാണ് അവന് ചുറ്റുമുള്ളവർ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവൻ്റെ ഉള്ളിൽ ഷെയിം എന്ന വികാരം ഉണ്ടാവുകയും അവൻ്റെ മണിപ്പൂരകം ബ്ലോക്കായി പോവുകയും ചെയ്യുന്നു. ഭാവിയിൽ ജീവിതത്തിൽ മുന്നേറാൻ ഇതവന് തടസ്സമായി ഭവിക്കുകയും ചെയ്യുന്നു. സോളാർ പ്ലെക്സസ് ഓവർ ആക്ടിവേറ്റഡ് ആണെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഈഗോ മുതലായ വികാരങ്ങൾ വ്യക്തിയെ ഭരിക്കും. എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ എന്ന ഭാവം, അഹങ്കാരം, അഗ്രസീവ്നെസ് മുതലായവയാണ് ഫലം. ഇനി മണിപ്പൂരകം ബാലൻസ്ഡ് ആണെങ്കിൽ അത് ഏത് ചാലഞ്ച് ഏറ്റെടുക്കാനും നമ്മളെ പ്രാപ്തരാക്കും. എന്ത് പാളിച്ച വന്നാലും അത് സമ്മതിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും തെറ്റുകളെ തിരുത്താനുള്ള മനസ്സും കാണിക്കും. അഹങ്കാരമല്ല മണിപ്പൂരകം ബാലൻസ് ആയ വ്യക്തിയിൽ കാണുന്നത്, കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. ആ ഒരു ആത്മവിശ്വാസം ആ വ്യക്തിയുടെ നിപ്പിലും നോട്ടത്തിലും നടപ്പിലും ഭാവത്തിലും കാണാം. ഞാൻ എന്നിൽ പൂർണ്ണനാണ് എന്ന ഭാവം ഈ ചക്ര ബാലൻസ്ഡ് ആവുന്നതോടെ ഒരു വ്യക്തിയിൽ ഉണ്ടാവും. മഞ്ഞ നിറമാണ് മണിപ്പൂരക ചക്രയ്ക്ക്. 10 ഇതളുകളുള്ള താമരയായാണ് സങ്കല്പം. റാം ആണ് ബീജമന്ത്രം. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, അനുയോജ്യമായ ക്രിസ്റ്റൽസ് ധരിക്കുക, സൂര്യപ്രകാശം ശരീരത്തിൽ കൊള്ളുക, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ മുതലായ പ്രാക്ടീസുകൾ സോളാർ പ്ലെക്സസ് അലൈൻഡ് ആവാൻ സഹായിക്കും. കൂടാതെ റേക്കി ഹീലിംഗ് സോളാർ പ്ലെക്സസ് ബാലൻസ്ഡ് ആവാൻ ഏറ്റവും പ്രയോജനകരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റേക്കി ഹീലറിൽ നിന്ന് ഹീലിംഗ് എടുക്കുകയും
റേക്കി പഠിച്ച് മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും ചെയ്യാം. ഹീലിങ്ങിനും ക്ലാസുകൾക്കുമായി നിങ്ങൾക്ക് എന്നെയും സമീപിക്കാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. മടിച്ചു നിൽക്കാതെ വേഗം തന്നെ ദീക്ഷ സ്വീകരിച്ച് റേക്കി പ്രാക്ടീസുകൾ തുടങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നന്ദി.